കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1 ആദ്യമായിട്ടൊരു സിനിമ കണ്ടിട്ട് എൻ്റെ കാലിൻ്റെ തള്ളവിരൽ മുതൽ തല വരെ തരിച്ചു. എന്ത് സിനിമയാണ് അയാൾ എടുത്തു വെച്ചിരിക്കുന്നത്? ഋഷഭ് ഷെട്ടി ഒരു രക്ഷയില്ല പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഈ സിനിമയുടെ മേക്കിംഗ്, വിഷ്വൽസ്, സൗണ്ട് നമ്മളെ ശരിക്കും ആ സിനിമയ്ക്കുള്ളിലേക്ക് അങ്ങോട്ട് കൊണ്ടു ചെന്ന് നിർത്തും. ആ രീതിയിലുള്ള ഡയറക്ഷനാണ്. ഋഷഭ് ഷെട്ടി നായകനായിട്ടുള്ള സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഒരു സ്ത്രീ കഥാപാത്രമുണ്ട്. രുക്മിണി വസന്ത് എന്നാണ് അവരുടെ പേര്. എന്താ ആക്ടിങ്, ഒരു രക്ഷയില്ലാത്ത അഭിനയം. ത്രൂ ഔട്ട് ഈ സിനിമയുടെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ അവരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജയറാമേട്ടൻ്റെ പെർഫോമൻസ്. പിന്നെ ഈ അടുത്തായിട്ട് ജയറാമേട്ടനെ ഇത്ര സൗന്ദര്യത്തോടു കൂടി ഇത്ര ഭംഗിയായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. നല്ല ഭംഗിയിൽ ത്രൂ ഔട്ട് ഈ സിനിമയുടെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെയുണ്ട്. ഈ സിനിമ 1000 കോടി അടിക്കുമോ 2000 കോടി അടിക്കുമോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, അതുപോലെ തന്നെ ആക്ഷൻ സീൻസ്, ഇതൊക്കെ ഒന്നിനൊന്ന് മെച്ചമാണ്. ആക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ പറയാം, നമുക്ക് ഈ സിനിമയ്ക്ക് എങ്ങനെ ആപ്റ്റായിട്ട് ഒട്ടും ഓവറാക്കാണ്ട് വളരെ കൃത്യമായിട്ട് ഇതിൽ VFX ആഡ് ചെയ്തൊക്കെ നമ്മളുടെ നെഞ്ചിലേക്കാണ് ആഡ് ചെയ്തിരിക്കുന്നത്. VFX ഒക്കെ കണ്ടു കഴിഞ്ഞാൽ 100% ട്രസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള VFX ഒക്കെയാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ലാതെ. ഇതിലൊരു കടുവയൊക്കെ വരുന്നുണ്ട്. ആ കടുവൻ്റെ ഒരു ഇൻ്റർവെൽ സീൻ ഉണ്ട്. കടുവൻ്റെ ആ ഒരു ഇൻ്റർവെൽ സീൻ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങും നമ്മളുടെ രോമകൂപങ്ങൾക്ക് എണീക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ ഒരു സൈസ് തണുത്തുറഞ്ഞ അവസ്ഥയാണ് നമ്മൾ ആ സിനിമയിൽ അങ്ങനെ ലയിച്ചിരുന്ന് നമ്മൾ മറ്റൊരു വേൾഡിലേക്ക് പോകും. ആ രീതിയിൽ ഈ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ സിനിമയിലെ എല്ലാ ടെക്നീഷ്യന്മാരും അവരുടെ ജോലി വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം കോസ്റ്റ്യൂം ഡിസൈനിങ് പോലും ഒട്ടും ഓവറാക്കാണ്ട് വളരെ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ കാണുന്നവർക്ക് ഒരുപാട് ആർട്ടിഫിഷ്യലി തോന്നാത്ത രീതിയിൽ നമുക്കൊക്കെ ഇത് സിങ്ക് ആവും കൃത്യമായിട്ട്. നമുക്ക് ഇങ്ങനൊരു സംഭവം നടക്കുന്ന സ്ഥലം എന്താണ്, അവിടെ സംഭവിക്കാനായി പോകുന്നത്, അവിടെ വരുന്ന ആളുകൾ, അവിടെ ജീവിക്കുന്ന ആളുകൾ, അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് കൺവിൻസ് ആവും. സോ കോസ്റ്റ്യൂം ഡിസൈനറൊക്കെ അത്രയും സൂക്ഷ്മമായിട്ടാണ് ഈ സിനിമയിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യവും. സിനിമയിലെ മെയിൻ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുകയും ആ സിനിമ ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് അത്രയ്ക്ക് എളുപ്പമുള്ളൊരു പരിപാടിയല്ല. അങ്ങനെ ചെയ്താലും അത് വളരെ വൃത്തിക്ക് ഇതുപോലെ അതിൻ്റെ ഓരോ ഡീറ്റെയിലിങ്ങും കൃത്യമായി ശ്രദ്ധിച്ച് ചെയ്യുക എന്ന് പറയുന്നത് ബ്രില്യൻ വർക്കാണ്. ഋഷഭ് ഷെട്ടി നിങ്ങൾ വേറെ ലെവലാണ്. നിങ്ങൾക്ക് സിനിമയോടുള്ള പാഷൻ എന്താണെന്നുള്ളത് ഈ സിനിമയിലെ ആക്ടിങ്ങും നിങ്ങളുടെ ഡയറക്ഷനും കണ്ടാൽ മാത്രം മനസ്സിലാക്കാൻ പറ്റും. അയാൾ വേറെ എന്തോ ഒരു മനുഷ്യനാണ്. അയാൾ പല ആളുകളുടെ അഭിനയ അതിർവരമ്പുകളൊക്കെ ഇങ്ങനെ തെറ്റിക്കും. കാരണം അയാൾ അത്രയ്ക്കുള്ള പെർഫോമൻസ് ചെയ്യുന്നുണ്ട് അയാൾ ഈ സിനിമയിൽ. നമ്മളിപ്പോൾ കാന്താരയുടെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ അവസാനത്തെ ആ ഒരു ഭാഗത്താണ് കൂടുതലായിട്ട് നമുക്ക് ഗൂസ് ബംസും പരിപാടികളൊക്കെ വരിക. എന്നാൽ ഈ സിനിമയിൽ അങ്ങനെയല്ല. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വരേണ്ട സാഹചര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. കാന്താര ലെജൻഡ് ചാപ്റ്റർ 1 എന്നീ സിനിമയിലെ പാട്ടുകൾ, ഇതുപോലുള്ള സിനിമകളിലെ പാട്ടുകൾ എന്തെങ്കിലും ഒരു നൂലിയുടെ വ്യത്യാസത്തിൽ ഓവറാക്കി കഴിഞ്ഞാൽ അതാകെ മൊത്തം ചളവാവും. അതെന്താണെന്ന് വെച്ചാൽ ഓവർ ആവാതിരിക്കാനായിട്ട് അത്രയും നന്നായിട്ട് ശ്രദ്ധിക്കണം. സോ അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓവർ ഇമോഷൻസ് കൊടുക്കാതെ ഇത് കൃത്യമായിട്ട് അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓരോ പാട്ടുകളും ഒട്ടും ഓവറാക്കിയിട്ടില്ല. സിറ്റുവേഷന് ചേർന്ന ചില സോങ്സുകൾ ആഡ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ വലിയ ഭീകരമായിട്ടുള്ള സോങ്സുകളൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ മ്യൂസിക് നിങ്ങൾക്ക് അറിയാലോ, ആ രീതിയിലുള്ള മ്യൂസിക് കൊണ്ടുവന്നിട്ടുണ്ട്. പാട്ടുകൾ ശരിക്കും നമ്മൾ ആ കാണുന്ന സിനിമയിലേക്ക് ഇറങ്ങിപ്പോകാൻ പ്രേക്ഷകരെ സഹായിക്കുന്ന രീതിയിലുള്ള പാട്ടുകൾ മാത്രമേ ഈ സിനിമയിലുള്ളൂ. കാന്താര പോലുള്ളൊരു സിനിമയിൽ കൊണ്ടുവരാനായിട്ട് പേടിക്കേണ്ട ഒരു പരിപാടിയാണ് കോമഡി. ഈ സിനിമയിൽ കോമഡി ഒരുപാടുണ്ട്. എനിക്ക് തോന്നുന്നു ത്രൂ ഔട്ട് ഈ സിനിമയുടെ ഫൈനലി ആക്ഷൻ സീന് വരെയൊക്കെ കോമഡി കൊണ്ടുവന്നിട്ടുണ്ട് പല സിറ്റുവേഷൻസിലും. പക്ഷെ അത് ഒരു ഓവർ ആക്കാണ്ട് ചില സാഹചര്യങ്ങളിൽ മാത്രം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കൊണ്ടുപോയിട്ടുള്ളൂ. ഇതുപോലുള്ള സിനിമയിൽ കോമഡി കൊണ്ടുവരുമ്പോൾ നന്നായി സൂക്ഷിക്കണം. അത് ചെയ്യുന്ന ആളുകൾ എന്തെങ്കിലും കുറച്ച് ഓവറാക്കി കഴിഞ്ഞാൽ അത് സിനിമയെ തന്നെ ബാധിക്കും. പിന്നെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകനെ നല്ല രീതിയിൽ ബാധിക്കും. ഈ മൂവിയുടെ ഷൂട്ടിംഗ് സമയത്ത് ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്, ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ ഇതിലെ അണിയറ പ്രവർത്തകരുടെ ഉറക്കം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും ഈ സിനിമയുടെ വിഷ്വൽ കാണുന്ന സമയത്ത് ഇവരെവിടെ നിന്നൊക്കെയാണ് ഇത് ഷൂട്ട് ചെയ്തത്, കാടിൻ്റെ എത്ര മാത്രത്തോളം ഉള്ളിലേക്ക് ഇവർ ഇറങ്ങിപ്പോയിട്ടുണ്ട്. അതുകൂടാതെ അവരവരുടെ ചെലവഴിച്ച രീതികളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒരു വിശ്വാസത്തിൻ്റെ പുറകെയാണ് ഈ സിനിമ സഞ്ചരിക്കുന്നത്. എങ്കിലും ആ വിശ്വാസം മനുഷ്യരെ എത്രമാത്രം ബാധിക്കുന്നുണ്ട്, അത് ഏത് രീതിയിലെല്ലാം തന്നെ കൊണ്ട് നടക്കുന്നുണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. കുട്ടിത്തേവാങ്ങി എന്ന പേരിലൊരു ജീവിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സംഭവം ഇതാണ്. പക്ഷേ ഈ ജീവിയെ ഈ സിനിമയിൽ വല്ലാത്തൊരു രീതിയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ പോലെ തോന്നും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട് കേട്ടോ. ഞാൻ ഉള്ള കാര്യങ്ങളൊന്നും അങ്ങനെ വെളിയിൽ പറഞ്ഞ് ആകെ മൊത്തം അലമ്പാക്കുന്നില്ല. പക്ഷേ മസ്റ്റ് വാച്ചിങ് ആണ്, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഒരു രക്ഷയില്ലാത്ത തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. എന്തായാലും കാണണം. കാരണം നിങ്ങൾ ആ ഒരു വേൾഡിലേക്ക് ശരിക്കും ഇറങ്ങിച്ചെല്ലും. കാന്താര കണ്ടിട്ട് സ്തംഭിച്ച് പോയവരാണ് നിങ്ങളെങ്കിൽ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ സ്തംഭിച്ചതിൻ്റെ ഒരു 4 ഇരട്ടി നിങ്ങൾക്ക് ഫീൽ ചെയ്യും.
ആ രീതിയിലേക്കാണ് ഇത് എടുത്ത് വെച്ചിരിക്കുന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്, ഈ സിനിമ ആദ്യം കണ്ടു തുടങ്ങുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങൾ മിസ്ലീഡിംഗ് ആയിട്ട് തോന്നും, ഒന്നും നമുക്ക് കണക്റ്റ് ആവില്ല. ഒരു ഭാഗം ഒരു സൈഡിൽ കാണിക്കുന്നു, പിന്നെ ഇത് മറ്റേ വേറൊരു ഭാഗത്ത് കാണിക്കുന്നു, അങ്ങനെയൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ അവസാനം ഈ സിനിമ അതെല്ലാം തന്നെ റോൾ ചെയ്ത് ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പിന്നെ ട്വിസ്റ്റ് ഉണ്ട്, നല്ല കിണ്ണം കാച്ചിയ ട്വിസ്റ്റ് ഉണ്ട് അവസാനം എത്തുമ്പോൾ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ വരുന്നുണ്ട്. കാരണം ട്വിസ്റ്റ്, ആക്ടിങ്, ആ ഒരു ഡിവൈൻ മൂഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ ഈ വെളിച്ചപ്പാട് ഉറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഇല്ലേ, അത് നമ്മൾ ചിലപ്പോൾ ആയി പോകുമെന്ന് പേടിച്ചു പോകും. കൺട്രോൾഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി തോന്നും. എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ആ ഒരു ടൈപ്പാണ് സിനിമ. ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളുള്ള ഈ സിനിമയിൽ രുക്മിണി വസന്ത് എന്ന പേരുള്ള ഈ നടി, എന്ത് ഭംഗിയാണ് അവരെ കാണാനായിട്ട്. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ത്രൂ ഔട്ട് ഈ സിനിമയിൽ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ഇവരുണ്ട്. നല്ല ഭംഗിയുള്ളൊരു, എനിക്ക് തോന്നുന്നു ഭംഗി എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു സിനിമയിൽ ഒരു നടിയെ കണ്ടിട്ട് എൻ്റെ അമ്മേ എന്ത് ഭംഗിയത് എന്ന് തോന്നിപ്പോകുന്നൊരു സംഭവമില്ലേ, അത് അവരുടെ കോസ്റ്റ്യൂമിൻ്റെ പ്രത്യേകതയാണോ? ഒട്ടും ഓവറായിട്ടുള്ള കോസ്റ്റ്യൂം പരിപാടിയൊന്നും അല്ല കേട്ടോ. ശരിക്കും അവരുടെ ആ ഒരു കഥാപാത്രത്തിന് ആവശ്യമായിട്ടുള്ള ഓവറാക്കാത്ത കോസ്റ്റ്യൂമാണ്. നല്ല ആപ്റ്റ്, അവരുടെ ഫേസിനാണെങ്കിലും അവരുടെ ബോഡിക്കാണെങ്കിലും ഒക്കെ ഭയങ്കര ആപ്റ്റായിട്ടുള്ള കോസ്റ്റ്യൂമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. ഋഷഭ് ഷെട്ടിൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ അത് എടുത്ത് പറയേണ്ട കാര്യം എന്താ വെച്ചാൽ, ഒരാളുടെ പറഞ്ഞുകൊണ്ടാണ് മറ്റൊരാളുടെ പറയുന്നത്. ഋഷഭ് ഷെട്ടിയുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് ശരിക്കും ഒരു വലിയ ജിമ്മൻ എന്നൊരു കോൺസെപ്റ്റ് അല്ല. പക്ഷേ ഒരു കാട്ടിൽ താമസിക്കുന്ന അല്ലെങ്കിൽ കാട്ടിലെ ആചാരങ്ങൾ കൊണ്ട് നടക്കുന്ന മനുഷ്യർക്ക് അതിലേറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യന് വേണ്ട ആ ബോഡി ഇതിൽ കൃത്യമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അയാളുടെ ആ ഒരു ശരീരത്തും അയാളുടെ ഈ ഒരു ഇവിടെയുള്ള വലിപ്പവും എന്തൊരു എല്ലാം കൂടി അങ്ങോട്ട് ഒത്തിണങ്ങി വന്ന പോലെ ഒരു ഫീല്. നമ്മുടെ ജയറാമേട്ടൻ മറ്റുള്ള ലാംഗ്വേജിൽ ഒരുപാട് സിനിമകളിൽ അഭിനയിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയ്ക്കും ഭംഗിയായിട്ട്, ഇത്രയ്ക്കും സുന്ദരനായിട്ട്, അതുപോലെ തന്നെ ത്രൂ ഔട്ട് ഉള്ളൊരു ക്യാരക്ടർ അടിപൊളിയായിട്ടുണ്ട്. അങ്ങേരുടെ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടറാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ഈ മറ്റുള്ള ലാംഗ്വേജിലൊക്കെ പോയി അഭിനയിക്കുന്നതിലെ ഏറ്റവും നല്ല ക്യാരക്ടറാണ്, മെയിൻ ക്യാരക്ടറാണ്. ഋഷഭ് ഷെട്ടിക്ക് ഉള്ള പോലെ തന്നെ ത്രൂ ഔട്ടുള്ളൊരു ക്യാരക്ടറാണ്. പലപ്പോഴും ശരിക്കും ഒരു രാജാവിൻ്റെ ഫീലൊക്കെ നല്ല രീതിയിലുള്ളൊരു ആളാണ്. അപ്പോൾ ട്വിസ്റ്റ് ആസ്വദിക്കുക, ഋഷഭ് ഷെട്ടി ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു മേക്കിംഗ് കാണുക, അയാളുടെ അഭിനയം കാണുക. അയാളുടെ അഭിനയം കാണേണ്ടത് തന്നെയാണ്, അതിപ്പോൾ ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. ആദ്യം കാന്താര കണ്ട ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ ഈ സിനിമയുടെ മേക്കിംഗ് രീതികൾ, വിഷ്വൽസ്, ഈ സിനിമ കൊണ്ടുപോകുന്ന രീതി എല്ലാം 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 നിങ്ങൾക്ക് വലിയൊരു അനുഭവമായിരിക്കും. എന്തായാലും മസ്റ്റ് വാച്ചിങ് ആണ് കേട്ടോ. ഒരു രക്ഷയില്ല. ഈ സിനിമ അവസാനം ഇതിൻ്റെ ക്ലൈമാക്സിനോട് അടുക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ അങ്ങോട്ട് എന്താ പറയുക, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കാല് മുതൽ തല വരെ കിടന്നിട്ട് ഒരുമാതിരി വിറയ്ക്കാൻ തുടങ്ങി. അടിപൊളി.